ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നതേ വ്യാഴാഴ്ചയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. നല്ലൊരു വ്യാഴാഴ്ച നല്ലൊരു ദിവസമായിരുന്നു. എനിക്ക് എന്തോ മനസ്സിന് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് പതിവ് പടി രാവിലെ എണീറ്റു. അപ്പോൾ ഇന്ന് നമ്മുടെ പാറു തിരിച്ചു വരുമെന്ന് പറഞ്ഞ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ 2 ഫോണും ഞാൻ ഓണാക്കി വെച്ചു. കാരണം കുട്ടിക്ക് പേടിയാണ്. ഇവിടെ പരിചയമില്ലാത്ത ഒരു സ്ഥലമല്ലേ, വരുമ്പോൾ എങ്ങനെയാണാവോ എന്ന് വെച്ചിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പാറുവിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് പോയതിന് ശേഷം പനിയായി. ഇവിടെയും പനി, അവിടെയും പനി, എല്ലാം കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാറു ഇന്ന് എത്തിയിട്ടോ. അപ്പം അങ്ങനെ രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ ഡാഡി ദേ വെള്ളം ചെടികളൊക്കെ നനയ്ക്കുകയാണ്. കൊച്ചു കൊച്ചു ചട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെ ഇവിടെയൊക്കെ നിറച്ചിരിക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ഇതാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ നനയ്ക്കും, അല്ലെങ്കിൽ ഡാഡി നനയ്ക്കും. അപ്പോൾ ഡാഡി എപ്പോഴും രാവിലെയാണ്, അതായത് നമ്മൾ രാത്രി കുടിക്കാനായിട്ട് കൊണ്ടുപോകുന്ന വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളം രാവിലത്തെ ബാക്കി ചട്ടിയിലൊഴിച്ച് പിന്നെ ആ കുപ്പിയിൽ തന്നെ ഒഴിച്ച് എല്ലാം നിറയ്ക്കാമെന്നാണ്. അപ്പം മറക്കില്ല നമ്മളൊരിക്കലും. അതായത് രാത്രി കുടിക്കാൻ വെച്ച വെള്ളത്തിൻ്റെ ബാക്കി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിങ്ങനെ ബാക്കി വരുന്ന വെള്ളം ഒരു ചട്ടിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അടുത്ത ചട്ടി നനയ്ക്കണ്ടേ. അപ്പോൾ എന്തായാലും അതിൽ തന്നെ വെള്ളം നിറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ മറക്കില്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കംപ്ലീറ്റ് ഒതുക്കി കിടന്നത് അവിടെ കിടക്കുകയാണ്, ഭംഗിയായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ പാറു വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് അടിച്ച് വാരി തുടച്ച് കഴിഞ്ഞാൽ ക്ലീനായി വീട്. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റു. ഞാൻ പതിവ് പോലെ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാ ഭാഗവും ഒന്ന് നോക്കി. അപ്പോൾ ഇന്നലെ പതിവില്ലാണ്ട് എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, വയറിന് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോഴേക്കും അത് ഓക്കെ ആയിട്ടോ. പക്ഷേ കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഏതാണാവോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ രാവിലെ ഞാൻ നമ്മുടെ അടുക്കളയിലേക്ക് കടന്നപ്പോൾ പതിവുപടി ഡാഡി കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ മാതാവിനെ മെഴുകുതിരി കത്തിച്ച് ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലി. അപ്പോൾ ഞാൻ ഇനി എന്നും പറയില്ല കേട്ടോ അത്. കാരണം ഇനി കുട്ടികൾ പറയണു, ഞാൻ പറയണത് തന്നെ വീണ്ടും വീണ്ടും പറയണമെന്ന് 1-2 കുട്ടികൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ശരിയാണ്, ഞാൻ എന്തിനാ അത് എല്ലാ ദിവസവും പറയണേ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും അറിയാം, ഇത് ഞാൻ ചൊല്ലുന്നത് വരെ ഞാൻ ആ ക്യാമറ മാതാവിൻ്റെ മുഖത്താണ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുക. കാരണം നമ്മളത് ഒരു പ്രഹസനം ആവരുതല്ലോ, കത്തിച്ച് വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്കെന്തോ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ അച്ചാറുകൾ, ഉപ്പ്, ഇതൊക്കെ ഉണ്ടായിരുന്നത് വാഷ് ചെയ്യാനായിട്ട് ഞാനത് അവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ വാഷ് ചെയ്യാനായിട്ട് ഇട്ടു. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്നിത്തിരി നേരത്തോടെ എണീറ്റപ്പോൾ ഇതിട്ടിട്ടാണ് ഞാൻ പിന്നെ പോയി കിടന്നിട്ട് നൊവേനയും കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിൽ വെച്ച് അങ്ങനെയൊക്കെ എടുക്കും. പിന്നെ കുറേ വൈകിട്ടാണ് എണീക്കുക. ഞാൻ രാവിലെ എണീറ്റിട്ട് അങ്ങനെ വലിയ അത്യാവശ്യങ്ങളൊന്നുമില്ല, തലേ ദിവസം കുട്ടികളൊക്കെ ചെയ്ത് വെക്കണ കാരണം കേട്ടോ. അപ്പം അങ്ങനെ പതിവുപടി ഞാൻ മുറ്റത്ത് എണീറ്റ് വഴിക്ക് ഞാൻ ഫ്രണ്ടിലും ബാക്കിലും ഒന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചിലപ്പോൾ പരിയപ്പുറവും നടപ്പുറവും ഒന്നും കണ്ടു എന്ന് വരില്ല. കാരണം കുട്ടികളും ബഹളമൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു ആവശ്യം വരില്ലല്ലോ. അപ്പോൾ ഞാൻ എണീറ്റ് വഴിക്ക് പരിയപ്പുറത്തേക്കും നടയപ്പുറത്തേക്ക് ആദ്യം, പിന്നെ പരിയപ്പുറത്തേക്ക് അവരുടെ കൂടെയൊക്കെ ഒന്ന് കുറച്ച് നേരം നിന്നിട്ടാണ് ഞാൻ പിന്നെ അകത്തേക്ക് കയറുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാക്കോച്ചനും അപ്പനും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ചാക്കോച്ചന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നലേക്ക് 100 ദിവസമായിരുന്നു എൻ്റെ മോനെ. അപ്പോൾ അങ്ങനെ ഇപ്പുറത്ത് പാച്ചു വന്നു. പാച്ചുവിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉറക്കം തെളിയുന്നതിന് മുമ്പ് അപ്പാപ്പനെ കണ്ടപ്പോൾ എണീറ്റ് പോകുന്ന കാരണം അപ്പാപ്പൻ്റെ ചോലിൽ കെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ രാവിലെ നൂലപ്പവും സ്റ്റൂവും ഡിബിളുണ്ടാക്കി വെച്ചതാണ്. സ്റ്റൂവ് സൂപ്പർ സ്റ്റൂ ആയിരുന്നു. അതായത് ഞങ്ങളുടെ അമ്മാമ്മയുടെ കുർബാന ചെല്ലിക്കുന്നതിന് പോയപ്പോൾ അവിടുന്ന് കാറ്ററിംഗുകാർ കൊണ്ടുവന്നത് പാസ്റ്റയൊക്കെ ഇട്ടിട്ടുള്ള സ്റ്റൂ, ഭയങ്കര ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഡിംപിളും ഇപ്രാവശ്യം അതൊന്ന് ട്രൈ ചെയ്തതാണ്. ചിക്കൻ്റെ പീസുകളും ബോൺലെസ്സിൻ്റെ ചിക്കൻ പീസുകളും പാസ്റ്റയൊക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു സ്റ്റൂ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ, അത്ര ടേസ്റ്റായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ കാര്യങ്ങളും പറഞ്ഞ്, ഞാൻ പറയാറില്ലേ രാവിലെ നമ്മൾ തലേദിവസം പണികൾ ചെയ്യണ കാരണം രാവിലെ തിക്കും തിരക്കുള്ള കാര്യങ്ങളില്ല. അപ്പോൾ പാറു പതിവുമ്പടി എത്തി. ഒരു 10:30 ആകുമ്പോഴേക്കും പാറു എത്തിയിട്ടോ. പിന്നെ നിങ്ങളോട് പറയണ പോലെ എനിക്ക് ആ കുട്ടിയെ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങോട്ട് വരും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവർ എങ്ങനെയാണെന്ന് വെച്ചാൽ നാത്തൂനും ഒരു ഔട്ടിങ്ങിന് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുക. അപ്പോൾ പാറുള്ള കാരണം ഇനിയിപ്പോൾ എനിക്ക് 3 പേരെയും കൂടി ഒന്നിച്ച് നോക്കാനും കുഴപ്പമില്ലല്ലോ, വേറെ ഒന്നും നോക്കണ്ടല്ലോ. അപ്പോൾ ഡാഡിയും ഞാനും ഉണ്ടായാൽ നമുക്ക് 3 പേരെയും നോക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഉച്ചയിലത്തേക്ക് ഡിംപിൾ വെച്ച മറ്റേ ഇന്നലെ പറഞ്ഞില്ലേ വെണ്ടക്കായയുടെ ആ കറിയുണ്ട്,
പിന്നെ രസമുണ്ട്, പിന്നെ എന്തൊട്ടൊക്കെയാണ് ബീട്രൂട്ട് ഉപ്പേരി, മീൻ വറുത്തത്, അങ്ങനെ 2-3 കൂട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആസ് യൂഷ്വൽ പാറുവിൻ്റെ വക സ്പെഷ്യൽ സാലഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സാലഡും കുറച്ച് സെറ്റ് കേർഡും ഒക്കെ കൂട്ടിയിട്ടാണ് എൻ്റെ ഭക്ഷണം കേട്ടോ. അപ്പോൾ അത് പിന്നെ അതിനെ കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ തോമു കാല് നീട്ടിയിരുന്നിട്ട് ചാക്കോച്ചനെ മടിയിൽ വെച്ചത്. അപ്പോൾ നമ്മുടെ പാച്ചു അപ്പുറത്തു കൂടെ വന്നിരുന്നു. അത് കണ്ടപ്പോൾ ഡിമ്പിളിൻ്റെ ഉള്ളിലത്തെ കലാകാരി പുറത്തേക്ക് വന്നു. അവൾ പതുക്കെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും 3 വെച്ചിട്ട്. അപ്പോൾ 3 ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവർക്ക് എന്താ പറയുക, അവർ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉമ്മം കൊടുക്കലും എന്താ പറയുക, ഭയങ്കര സന്തോഷം. ഇതാണ് സത്യത്തിൽ ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു എന്ന്. എൻ്റെ 3 മക്കളിങ്ങനെ കിടക്കണ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇവർക്ക് കാവലായിട്ട് നമ്മുടെ കസ്റ്റർ ബേബി ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ അവനെ മറക്കില്ല. കാരണം അവനെപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ മാലാഖ കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഉണ്ടാവും എന്നല്ല, ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു നിമിഷം പോലും അവനെ മറന്നിട്ട് നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യാറുമില്ല, എടുക്കാറുമില്ല കേട്ടോ. അത് എന്നേക്കാൾ കൂടുതൽ ശ്രദ്ധ ഡിവൈനും ഡാഡിക്കും ഉണ്ട്. എന്നേക്കാളും ഡിമ്പിളിനേക്കാളൊക്കെ. ഡിമ്പിളിനെ പിന്നെ പറയണ്ട, അവൾ അമ്മയല്ലേ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു കൊച്ചു ഫോട്ടോ സെഷൻ അത് കണ്ടപ്പോൾ ഡിമ്പിളിനെ ഇനി വീണ്ടും എടുക്കണം എന്നുള്ളൊരു ഇതായി. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പാച്ചുവിൻ്റെ കുഞ്ഞിലെ ഹോസ്പിറ്റലിൽ നിന്ന് തൊട്ട് തുടങ്ങിയിട്ടുണ്ട് അവൻ്റെ ഫോട്ടോസ് എടുക്കാൻ. അത് ശരിക്കും പറഞ്ഞാൽ അറിയാലോ, അത്ര കുഞ്ഞു ബേബിയാണ്. അപ്പോൾ അവൻ്റെ ഫോട്ടോസും കാര്യങ്ങളും കാണാൻ തന്നെ ഒരു കൗതുകമാണ്. കുറേ ഭയങ്കര ഭംഗിയുള്ള ഫോട്ടോസ് ഉണ്ട്. ഞാൻ ഡിമ്പിളിനോട് എനിക്ക് പറയണം, കുഞ്ഞിലേ തൊട്ടുള്ള ഫോട്ടോസ് ഇങ്ങനെ ഇട്ട് ഒരു സ്ലൈഡ് ഷോ പോലെ കാണിക്കാൻ ഞാൻ പറയാം കേട്ടോ. കാരണം അത്രയും രസമുള്ള ഫോട്ടോസാണ് ആ കൊച്ചിനെ വെച്ചിട്ട് അവൾ ചെയ്തത് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ചെന്നപ്പോൾ കണ്ടപ്പോൾ ഞാൻ എടുത്തു എന്നുള്ളൂ കേട്ടോ. ഫോട്ടോസ് കണ്ടമാനം പൊന്നു എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ അവൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ്. ഇങ്ങനെ പണ്ട് പട്ടികളായിരുന്നു, പട്ടികളുടെ പലതരം ഫോട്ടോ ഉണ്ട് നമ്മളുടെ അവിടെ കേട്ടോ. തൊപ്പി വെച്ചിട്ടും അതും ഇതൊക്കെ ആയിട്ട് ഫുൾ ഡിമ്പിളുടെ ലാപ്ടോപ്പിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അന്ന് ചന്തും ചിന്തുമായിരുന്നു മെയിനായിട്ട്. അങ്ങനെ നാത്തൂനും കൂടി പുറത്തേക്ക് പോയേക്കാം. അവർ ചെറിയ പർച്ചേസിങ്ങിന് പോയി വീട്ടു സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെവിടേക്കൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് അവരുടെ വീഡിയോസിൽ നിന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്മാമ്മയും അപ്പാപ്പനും മക്കളും കൂടിയിട്ട് ചില്ല് ചെയ്തു. ഇന്നത്തെ ഫുൾ ഡേ ഞങ്ങൾ അപ്പാപ്പനും അമ്മാമ്മയും 3 മക്കളും കൂടിയിട്ടുള്ള കളികളായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് നേരം കാർട്ടൂണൊക്കെ വെച്ച് TV നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ പാറു ഞാനിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 മണി ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഉച്ചയിലത്തെ എല്ലാം കഴിയും. അപ്പോൾ ഞാനിവിടെ ആരായാലും ഞാൻ അവരോട് പറയും, ഇപ്പോൾ റെസ്റ്റ് എടുത്തോളൂ, വെറുതെ എന്താ പറയുക, ഇവിടെ വന്ന് ആ നേരത്ത് വെറുതെ ഇതും ചെയ്യണ്ട, 4-4:30 ആകുമ്പോൾ ഇറങ്ങി ചായ വെക്കണ നേരമാകുമ്പോൾ വന്നാൽ മതി എന്ന് ഞാൻ പറയും. അതിവിടെ നിന്നിരുന്ന ആർക്കും അറിയാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുട്ടികളായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ചാക്കോച്ചൻ നല്ല ഉറക്കമാണ്. അപ്പോൾ അപ്പാപ്പൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാനും കുട്ടികളും കൂടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. അതാണ് ഒരു 3-3:30 ആയിട്ടുള്ളൂ. അതാണ് ആ ഒരു ചെറിയൊരു വെയിലിൻ്റെ ഒരു അടി കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികളെങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് മാക്സിമം എൻജോയ് ചെയ്യാവുന്ന അത്ര അവർ മുറ്റത്ത് കിടന്ന് കളിച്ചു. അപ്പോൾ തോമുവിൻ്റെ കണ്ണ് എപ്പോഴും കുറുക്കം കൂട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ടാപ്പിൻ്റെ അടിയിലാണ് കേട്ടോ. ഫുൾ ടൈം അവന് ടാപ്പിലേക്ക് പോകണം. അപ്പം ഞാനാന്ന് വെച്ചാൽ ഡിവൈൻ്റെ കയ്യിൽ നിന്ന് മറ്റേ ഡയപ്പർ വാങ്ങി വെക്കാനും മറന്നു. സംഭവം മുകളിൽ കാണുന്നോട് തന്നെ ഉണ്ടാവും, താഴേക്ക് വെക്കാൻ മറന്നു. കാരണം ഈ തോമുവിനുണ്ട് സ്ഥിരം ടാപ്പിൻ്റെ അടിയിൽ പോയിട്ട് ഒന്ന് കുളിച്ച് വരല്ലേ. നിങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാവും തോമുവിനെ ഇങ്ങനെ കാണുന്നത്. കാരണം എന്നും കുട്ടി കുറുമ്പൻ പോയിട്ട് ഞാൻ പുറത്തിറങ്ങണ നേരത്ത്, ഞാൻ ഫോണും കൊണ്ട് ഇറങ്ങണ നേരത്തെ കറക്റ്റ് വെള്ളത്തിൽ കുളിച്ച് വരണ സമയം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാച്ചും തോമും 1 2 3 പറഞ്ഞിട്ട് ചാടുകയാണ് കേട്ടോ. അപ്പോൾ തോമു എന്ത് കാണിക്കുന്നു അതൊക്കെ ഒപ്പം കാണിക്കുക എന്നുള്ളതാണ് പാച്ചുവിൻ്റെയും പണി. അപ്പോൾ രണ്ടാളും മാക്സിമം എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ജ്യൂസൊക്കെ കൊടുത്തു ഞാൻ കേട്ടോ കുട്ടികൾക്ക് 2 പേർക്കും. കാരണം അവർക്ക് നല്ല ഉച്ച നേരത്താണ്. ഈ ഉച്ച എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 3:30 ഉച്ചയല്ല 3:30 കാരണം ഊണ് കഴിഞ്ഞിട്ടാണ് ഡിമ്പിളും ഡിവൈനും പോയിട്ടുള്ളത്. അങ്ങനെ എന്താ പറയുക, അവരുടെ ചേട്ടനനിയൻ്റെ ലോകമാണ്. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം നേരം മുറ്റത്തേക്ക് ഇറക്കില്ല. പിന്നെ അമ്മമാരുണ്ടാകുമ്പോൾ ഇവർക്ക് ഇത്തിരി കൊഞ്ചലും ഇത്തിരി കൂടുതലാണ്. എൻ്റെ അടുത്താകുമ്പോൾ ഒരു പ്രശ്നമില്ല കേട്ടോ. രണ്ടാളും നല്ല രീതിയിൽ ഒരുപോലെ നിന്ന് നമുക്ക് കാണാൻ നല്ല രസമാണ് ഇവർ 2 പേരും കളിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടു,
ഒരാൾ ബനിയം പൊക്കി വയറുമടിച്ചപ്പോൾ അടുത്ത ആളും ബനിയം പൊക്കി വയറുമടിച്ചപ്പോൾ ഡിമ്പിൾ കളിയാക്കും വയറ്റത്തടിച്ച് പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അപ്പോഴേക്കും തോമുതേ സ്കൂട്ടറുമ്പോൾ കയറി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറക്കിയപ്പോൾ ഓടിപ്പോയിട്ട് ഗേറ്റ് കുളിക്കുകയാണ്. അങ്ങനെ എന്താ പറയുക, അവർക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം കുറുമ്പ് കാണിക്കുക. കുറുമ്പല്ല കേട്ടോ, കാണുമ്പോൾ ഒരു രസം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഫിഷ് ടാങ്കിൽ നിന്ന് നമ്മുടെ എന്താ പറയുക, ഈ ശംഖ് കക്ക പോലത്തെ ശംഖ് ഉണ്ടാവില്ലേ, ഞവനി എന്നൊക്കെ പറയും, ആ സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് തോമ്പെടുത്ത് കൈ പിടിച്ചേക്കാം. അത് ഉണങ്ങിയതാണ്, അവിടെ പുറത്ത് കിടക്കണ്ടായിരുന്നതാ. അപ്പോൾ അതെടുത്തിട്ട് എനിക്ക് വിശേഷങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ തോമ എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ അസലായിട്ട് നന്നായിട്ട് വർത്താനം പറഞ്ഞു തുടങ്ങി. മംഗ്ലീഷാണ് കേട്ടോ പറയാം, കുറച്ച് മലയാളവും കൂടുതൽ ഇംഗ്ലീഷും, അങ്ങനെയാണ് അവൻ്റെ ഭാഷ. അപ്പോൾ അവൻ ഓരോന്നെടുത്ത് എനിക്കിങ്ങനെ കാണിച്ചു തരാണ്. പാച്ചു ചെയ്യണ പണി എന്താണെന്ന് വെച്ചാൽ ഇല പെറുക്കിയിട്ട് പുറത്തേക്ക് കൊണ്ടിടില്ലേ. അപ്പോൾ അവന് ശരിക്കും പറഞ്ഞാൽ മതിലിൻ്റെ അപ്പുറത്തേക്ക് എത്തില്ല, എന്നാലും പെറുക്കി എൻ്റെ കയ്യിൽ തരും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാച്ചു ചാടി തോമുതേ ഉരുളണു. ഞാൻ കുട്ടികൾ വന്നപ്പോൾ പറയായിരുന്നു, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴാവും തോമുവിൻ്റെ ലീലാവിലാസങ്ങൾ കാണാമെന്ന്. കാരണം ഇവിടെ നിന്ന് ഉരുളിച്ചേർന്ന് അവന് കിട്ടിയ സമയം അവൻ മാക്സിമം എൻജോയ് ചെയ്തു എന്നറിയില്ലേ, അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, രണ്ടാളും ഓടി 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 ഇതൊക്കെ ഉണ്ടോ. അവനത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 1 2 3 പറയുമ്പോൾ ഒരുത്തൻ ചാടുമ്പോൾ ഒരുത്തൻ വീഴും, അങ്ങനെയാണ്. അപ്പോൾ ഇവൻ വീഴുമ്പോൾ ഒന്ന് മറ്റവനും ഒന്ന് കിടന്ന് നോക്കും. അങ്ങനെ പിന്നത്തേലെങ്ങനെയാണെന്ന് വെച്ചാൽ അടിച്ച് ക്ലീൻ ആക്കിയിട്ടുള്ള സ്ഥലമായിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും മണ്ണൊക്കെ തന്നെ കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു കുട്ടികളല്ലേ വല്ലപ്പോഴല്ലേ അവരൊന്നാ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ ഒളിച്ച് കളിച്ചു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞോണം എണ്ണാൻ പഠിപ്പിച്ചു കൊടുത്തു. ഒരാൾ ഒളിക്കുമ്പോൾ ഒരാൾ ഒരാൾ എണ്ണുമ്പോൾ അടുത്ത ആൾ ഒളിക്കുക. അങ്ങനെ അത് കുറച്ച് നേരം ചെയ്തു. അങ്ങനെ ഫുൾ ടൈം ഞങ്ങൾ എന്താ പറയുക, അമ്മമാർ വരണ വരെ ഫുൾ ടൈം ഞങ്ങൾ മുറ്റത്തായിരുന്നു. അവിടെ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അകത്ത് കയറി അവർക്ക് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടാ. അപ്പോൾ അതൊന്നും എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല എല്ലാതും അങ്ങനെ പറ്റില്ല എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഇരിപ്പായി. ഇരുന്നിട്ട് അവരുടെ ഭാഷയിൽ അവരെന്തൊക്കെയോ കുറേ സംസാരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിചാരിക്കും അതൊന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരണമെന്ന്. പിന്നെ നോക്കുമ്പോൾ എനിക്ക് അതങ്ങനെ മ്യൂട്ട് ചെയ്തിട്ട് കാണിക്കാനൊന്നും അറിയില്ല. പിന്നെ കുട്ടികളെ വിഷമിപ്പിക്കണം. അതായത് ഈ നേരം ആകുമ്പോൾ ഡിമ്പിള് പാച്ചൂനിയും കൊണ്ട് പോവും, ഡിവൈനാച്ച രണ്ടാളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മളിതിനെക്കുറിച്ച് ചോദിക്കാനും പറയാനും നിൽക്കണ്ടേ വെച്ചിട്ട് ഞാൻ മെനക്കെടാത്തത്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇനി കുറച്ച് വീഡിയോസ് ഇവരുടെ വർത്തമാനത്തോട് കൂടിയിട്ട് ഇട്ടോളോ, മ്യൂട്ടാക്കാണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. കാരണം കേൾക്കാൻ നല്ല രസമാണ്. തോമു എങ്ങനെയാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലാണ് പറയുക എല്ലാതും. പാച്ചുവിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിൻ്റെ ഭാഷ എന്താണെന്ന് പറയാൻ കിട്ടില്ല. ആ ഷൂ 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 എന്ന് പറഞ്ഞിട്ടുള്ള ഭാഷകളാണ് കേട്ടോ. കേൾക്കാൻ നല്ല രസമാണ്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുകൊണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ രണ്ടാളും കുറച്ച് കഴിഞ്ഞപ്പോൾ ദാഹിച്ചപ്പോൾ ഞാൻ ജ്യൂസ് കൊടുത്തപ്പോൾ മൂപ്പര് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ തോമു ഫസ്റ്റ് വായിൽ പിടിച്ചിട്ട് കാറുമ്മേലേക്ക് തുപ്പിയിട്ട് പറഞ്ഞു കാർ വാഷ് ചെയ്യാത്രേ അവൻ. അപ്പോൾ അതുതന്നെ ചെറിയ ആളും ചെയ്തു. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് മാറി 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 ഇതായിരുന്നു പണി. അപ്പോൾ ഞാൻ വിചാരിച്ചു സാരല്ല, കുറച്ച് അവർക്ക് നേരം പോണ്ടേ, അപ്പോൾ കുറച്ച് നേരം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടാളും മാറി മാറി ഒരാൾ കുപ്പി കുറച്ച് നേരം ഇതെടുക്കുമ്പോൾ മാറി അപ്പുറത്തെ കുപ്പി എടുക്കും, അങ്ങനെ ഇതുണ്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കളിയാക്കി ടൈറ്റാനിയത്തിലെ ജാക്കും റോസും പോലെ തുപ്പി കളിക്കുകയെന്ന്. രണ്ടാളും വായിലെടുക്കുക തുപ്പുക. ഇത് തന്നെ അപ്പോഴേക്ക് ഞാൻ ജ്യൂസ് മാറ്റി വെള്ളമാക്കി കൊടുത്തു കേട്ടോ. കാരണം എനിക്ക് ആദ്യത്തെ തുപ്പൽ കണ്ടപ്പോൾ മനസ്സിലായി അത് ശരിയാവില്ല, പിന്നെ കാറുമേ ഒട്ടി പിടിക്കില്ലേ. അപ്പോൾ ഞാൻ നല്ല വെള്ളമാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വെള്ളം തുപ്പി കളിക്കലായിട്ടോ രണ്ടാളും കൂടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡിവൈനും വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഡിമ്പിളും വിളിച്ച് ചോദിക്കുന്നുണ്ട്, കുട്ടികളുടെ ഏതാണെന്നുള്ളത് ഡോണും വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആദ്യമായിട്ടാണല്ലോ 3 പേരും കൂടി ഒന്നിച്ച് അപ്പാപ്പൻ്റെ അമ്മമ്മേൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് പാറുള്ള ഒരു ബലത്തമ്മയാണ് കേട്ടോ. ഞാനും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ചാക്കോച്ചനെ പാറുവിൻ്റെ കയ്യിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും പാറു എണീറ്റ് ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയൊക്കെ വെച്ച് ഞങ്ങൾ ചായ കുടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പാപ്പൻ ചാക്കോച്ചൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഇനി അപ്പാപ്പൻ പുറത്തും ഞാൻ അകത്തും പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മുറ്റത്ത് പാറും മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയോട് കൂടിയിട്ട് കുട്ടികൾ 2 പേരും ചൂലും കൊണ്ട് ഒപ്പം ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അങ്ങനെ പാച്ചുവിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ പെറുക്കിയിട്ട് എൻ്റെ കയ്യിൽ തരും, അതിൻ്റെ അപ്പുറത്തേക്ക് ഇടാൻ പറഞ്ഞിട്ട്. അതായത് അവരെത്തുന്നില്ലല്ലോ, അപ്പോൾ ഇടാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചൂലൊന്ന് കെട്ട് ഉറപ്പിച്ചൊന്ന് ചുമരുമ്പോൾ കുത്തി, അത് കണ്ടും ഇവിടെ തോന്നും. അതിന് ശേഷം ഇതങ്ങനെ ചുമരുമിട്ട് കുത്തലാണ്. പിന്നെ അവരിതേ മായാവിയുടെ പോലെ ചൂലിൻ്റെ മുകളിലിരിക്കലായി.
ഞാൻ പറഞ്ഞ പോലെ ഇത് കാണുമ്പോൾ ഡോണും ഡിവൈനും വിചാരിക്കും മമ്മി എന്ത് പടിയായി കാണിച്ചിരിക്കണേന്ന്. പക്ഷേ അവർ മാക്സിമം എൻജോയ് ചെയ്തു. ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ, കുട്ടികൾക്കറിയാം ഞാൻ അവരുടെ ഇഷ്ടത്തിന് ഒത്തു നിൽക്കുന്ന ആളാന്ന്. അങ്ങനെ ഇവിടെ അകത്ത് വന്നപ്പോൾ ചാക്കോച്ചൻ നല്ല ഉറക്കമായിരുന്നു. ചാക്കോച്ചൻ പതുക്കെ എണീറ്റു. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചോദിച്ചാലും അവൻ നന്നായി പ്രതികരിക്കും കേട്ടോ, ചിരിച്ച് കളിച്ച്. കാരണം ഇപ്പം 100 ദിവസമായ കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ ചിരി കാണുമ്പോൾ തന്നെ നമ്മളുടെ മുഖത്ത് ഭയങ്കര, നമ്മുടെ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷവും. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് മൊത്തത്തിൽ എൻ്റെ മനസ്സിങ്ങനെ നിറഞ്ഞ ദിവസമായിരുന്നു എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പം മുറ്റത്ത് നോക്കിയപ്പോൾ പിന്നെ ഞാൻ ചാക്കോച്ചനെ മുറ്റത്തേക്ക് ഇറക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് നേരം ഞാൻ മുറ്റത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സന്ധ്യ നേരമായില്ലേ, അപ്പോൾ ഫുൾ ക്ലീനായി. അപ്പോഴേക്കും പാറുതേ ആകൊക്കെ മുഴുവൻ അടിച്ച് ക്ലീനായി. ഭയങ്കര വൃത്തിയായി. കാരണം കുറച്ച് ദിവസമായിട്ട് അടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡിമ്പിളും തുടച്ചു, ഡിവൈനും തുടച്ചെങ്കിലും കുട്ടികളിങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ ഓരോന്ന് ഇടുമായിരുന്നു. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് കണ്ടോ, അകമൊക്കെ നല്ല പളപളാന്ന് മിന്നെ നല്ല പെനോയിലിൻ്റെ മണവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഡാഡിയും മമ്മിയും കൂടിയിട്ട് പുറത്ത്, അപ്പാപ്പനും മമ്മിയും 3 മക്കളും കൂടി പുറത്ത് പോയ കാരണം പാറുവിനത് കൃത്യമായിട്ടത് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടോ. അങ്ങനെ സന്ധ്യയായി. ലൈറ്റൊക്കെ ഇട്ട സമയത്താണ് ആദ്യം അപ്പ വന്നു, ഡോൺ വന്നു. ഒരു 7:30 ആയിപ്പോൾ കേട്ടോ. ഡോൺ വന്നതിൻ്റെ പിന്നാലെ വന്നു നമ്മുടെ നാത്തൂനും ഡിമ്പിളും ഡിവൈനും. അപ്പോൾ സത്യത്തിൽ ഡിവൈൻ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഡിമ്പിളിനെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തോമൂനെയും കൊണ്ട് ബാക്കിലേക്ക് പോയ നേരത്തെ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 ഒരുപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട്. അപ്പോൾ ഇത് ഈ 2 പേര് ഇപ്പോൾ ഇട്ടിട്ടുള്ള ഡ്രസ്സ് നമ്മുടെ കോട്ടയത്ത് നിന്നാണ് കേട്ടോ. അപ്പോൾ ഡിവൈൻ ക്രിസ്മസ് പ്രമാണിച്ച് ഡോണിന് ഷർട്ട് എടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ വർഷം വാലായ്മയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർ ഡേ അല്ലെങ്കിൽ ക്രിബ് ഉണ്ടാക്കി ആദ്യം ഞാൻ പറഞ്ഞു ചാക്കോച്ചന് ആദ്യത്തെ വർഷമല്ലേ നമുക്കത് ചെയ്യാമെന്ന്. പിന്നെ നോക്കിയപ്പോൾ വേണ്ട, ചടങ്ങുകൾ അതുപോലെ തന്നെ ആയിക്കോട്ടെ, ഇനിയും കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. 25-ാം തീയതി കഴിഞ്ഞ് 26-ാം തീയതി ഡാഡിയുടെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇവർ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റുഡിയോന്ന് എടുത്തിട്ടുണ്ടായിരുന്നു 2 പേരും. അപ്പോൾ അതൊക്കെ എനിക്ക് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തോമൂനും പാച്ചുവിനും എടുത്തിട്ടുണ്ട്, ഡിമ്പിളിനും ഡിവൈനും എടുത്തിട്ടുണ്ട്, ഡോണിനും എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഇവിടെ റിലയൻസിൽ നിന്ന് സാധനങ്ങൾ അപ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ വാങ്ങിക്കോ, ഇനിയിപ്പോൾ നാളേക്ക് എന്നെ കാത്തു നിൽക്കണ്ട. എനിക്കാണിപ്പോൾ യാത്ര ചെയ്യാൻ ഭയങ്കര മടി മാത്രമല്ല തീരെ വയ്യാന്നൊരു തോന്നലാണ്, വെറും തോന്നലാണ് കേട്ടോ. എനിക്ക് വയ്യായി ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ രാത്രിയായപ്പോൾ കരോളിൻ്റെ നമ്മളുടെ യൂണിറ്റിൻ്റെ കരോൾ തുടങ്ങുന്നത് നമ്മളുടെ ഗേറ്റിൻ്റെ അവിടെ നിന്നായിരുന്നു. അപ്പം ഞാൻ ചാക്കോച്ചനെയും കൊണ്ട് ഇവിടെ നിന്നുള്ളൂ. പാറുവിനോട് ഞാൻ പറഞ്ഞു പോയി ഇത് കണ്ടോ എന്ന് പറഞ്ഞപ്പോൾ പാറു പറഞ്ഞു വേണ്ട, പാറു പുറത്തേക്ക് ഇറങ്ങില്ല, മുറ്റത്തേക്ക് ഇറങ്ങില്ല എന്ന് പറഞ്ഞാൽ 2 പേര് കൂടുന്നിടത്ത് മുന്നിലേക്ക് വരില്ല. ആൾ വളരെ ഒതുക്കത്തിൽ ബാക്കിൽ ഇങ്ങനെ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ സിറ്റ് ഔട്ടിൽ വന്ന് നിന്നു. അങ്ങനെ കരോള്. അപ്പോൾ ഞാൻ ഡിമ്പിളുടെ കയ്യിൽ ഫോൺ കൊടുത്തു എനിക്കത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ കുളിച്ച് കുട്ടപ്പനായിട്ട് എടുക്കുകയാണ്. അവൻ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ ചിരിയാണെന്ന്, ഫുൾ ടൈം ചിരിയാണ്. അപ്പോൾ ഡിവൈൻ പറയണത് ഇപ്രാവശ്യത്തെ ഇവൻ ചിരി കുറവാണ്, തോന്നുമായിരുന്നു ഇത്ര ഫുൾ ടൈം ചിരിച്ചിരുന്ന ആൾ. അപ്പം ഇതാണ് കേട്ടോ ടാബ്ലോ. ഞാൻ സത്യത്തിൽ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ ഗേറ്റിൻ്റെ അവിടേക്ക് പോയില്ല, എൻ്റെ കയ്യിൽ ചാക്കോച്ചുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പക്ഷെ ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തത് കുര്യാക്കോസേട്ടനെയാണ്. കാരണം കുര്യാക്കോ ചേട്ടനാണ് ഇതിൻ്റെ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുക. കഴിഞ്ഞ വർഷത്തെ ഇങ്ങനെ ഒരു കരോളുടെ വീഡിയോയിലും കുര്യാക്കേട്ടനാണ് മുമ്പിലുള്ളത്. അപ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി മനസ്സിൽ. അപ്പോൾ ഞാൻ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുകയാണ് കുര്യാക്കേട്ടനെ ഈ അവസരത്തിൽ. അപ്പോൾ എനിക്ക് ജോയ്സിയുടെ അവസ്ഥ നമ്മൾക്ക് ഇത്രയും ഓർമ്മയും വിഷമം ഉണ്ടെങ്കിൽ ജോയ്സി എന്തോരം വിഷമിക്കും ഇങ്ങനത്തെ ഓരോ ദിവസങ്ങളിൽ. പ്രത്യേകിച്ച് ഞാൻ ആ സ്കൂട്ടറിൻ്റെ ഒച്ച ബാക്കിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ അപ്പം ഓർക്കും ആ വരണതും പോണതൊക്കെ. അപ്പോൾ അങ്ങനെ കരോള് ഞാൻ സിറ്റ് ഔട്ടിൽ നിന്നിട്ടാണ് കണ്ടത്. ഇതിപ്പോൾ ഡിമ്പിള് ഫോൺ കൊണ്ടുപോയിട്ട് എടുത്തതാട്ടോ എനിക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കാണാൻ വേണ്ടി എടുത്തപ്പോൾ ഞാനത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ അവിടുന്ന് കേക്ക് എല്ലാവർക്കും കൊടുത്തു, എനിക്ക് ഇവർ കൊണ്ടു തന്നു. പിന്നെ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പാറുവിനോട് പറഞ്ഞു പാറു കഴിച്ചിട്ട് പൊയ്ക്കും. അപ്പോൾ ഇന്ന് കൊള്ളിയും കപ്പ പുഴുങ്ങിയതും പിന്നെ നല്ല ചുവന്ന ചമ്മന്തിയായിരുന്നു ഇന്ന് ഡിന്നറിന് പാറുവിൻ്റെ വക. അപ്പോൾ പാറുവിനോട് ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് മോള് പോയി കിടന്നു. ഞങ്ങൾ ഈ വർത്താനം പറഞ്ഞ് ലേറ്റാവും. അങ്ങനെ 9-9:30 ആയപ്പോഴേക്കും പാറു പോയി കിടന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ലോകം ഞങ്ങളവിടെ അടുക്കളയിൽ കൂടി. അപ്പോൾ ഡാഡിക്ക് വെച്ചാൽ അവിടെ ഫുട്ബോൾ മാച്ചുള്ള കാരണം ഡാഡി ടി വിയുടെ മുമ്പിലാണ്.
അപ്പോൾ ഞങ്ങൾ അടുക്കളയിൽ ഈ പറഞ്ഞ പോലെ കിടന്ന് കുറേ പഴംപുരാണങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഊണ് കഴിക്കാതിരിക്കുമ്പോഴും കുറേ പണ്ടത്തെ വിശേഷങ്ങൾ പതിവില്ലാണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തെ വിശേഷം, കുട്ടികൾ ചെറുപ്പമായിട്ടുള്ള വിശേഷം, അങ്ങനെ കണ്ടമാനം ശരിക്കും ഒരു കല്യാണം കഴിഞ്ഞൊരു 10 വർഷത്തിൻ്റെ ഇടയിലുള്ള വിശേഷങ്ങൾ ഞങ്ങൾ പറഞ്ഞ് ഡിവൈനുണ്ടല്ലോ, ഡിവൈനോട് ഷെയർ ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ ഒരേ ഭാഗം ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടക്കാനായിട്ടുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ എല്ലാ ഭാഗവും ക്ലിയറായി. അപ്പോൾ പാറു പറഞ്ഞു ഈ ഇൻഡക്ഷൻ്റെ മുകളിൽ കുറച്ച് വെള്ളം പോയി, അപ്പോൾ അത് ചെരിച്ച് വെച്ചേക്കാം. അപ്പോൾ ഡാഡി പറഞ്ഞു പെട്ടെന്ന് അത് ഓൺ ചെയ്യണ്ട, ഇനി വല്ലതും വരണ്ടാന്ന് വെച്ചിട്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ അവിടെ ഇട്ടാൽ മതി, ഞാൻ രാവിലെ കഴുകാമെന്ന് പറഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ സാധാരണ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് കിടക്കാറ്. പക്ഷേ ആ കുട്ടിയെ ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് ഇരിക്കണവരെ ആ കുട്ടിയെ എന്തിനാ അങ്ങനെ ഇരിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, മോള് രാവിലെ കഴുകി അവിടെ വെച്ചാൽ അതാത് സ്ഥാനത്ത് വെച്ചാൽ മതി, ആ കുട്ടിയുടെ സമയമാകുമ്പോൾ പോയി കിടക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ ഇതിപ്പോൾ ഇന്ന് പുതിയത് കൊണ്ടുവന്ന മാലകളാണ് കേട്ടോ, സ്റ്റോക്കുള്ള മാലകളാണ്. ഇതിപ്പോൾ മറ്റേ പാലക്കയുടെ പോലെ പച്ച ഗോപി ഇങ്ങനെ ഓവൽ ഷേപ്പാണ്. പിന്നെ മറ്റേത് പതക്കത്തിൻ്റെ തന്നെ വേറൊരു വെർഷൻ, നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് നോക്കിയപ്പോൾ എന്താ പറയുക, കുറേ എനിക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് ഉണ്ടായിട്ടില്ല കുട്ടികളുടെ പിന്നാലെയായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നേരത്തോടെ കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം. കാരണം ഒരു ചേട്ടത്തി അനിയത്തിയുടെയും പോലെ ഡിംപിളും ഡിവൈനും ഒന്നിച്ചെല്ലാ കാര്യങ്ങളും ചെയ്യണു. ഡിംപിളിന് കൂട്ടിന് ഡിവൈനും, ഡിവൈനിന് കൂട്ടിന് ഡിംപിളും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും അതാണ് നമ്മുടെ അമ്മമാർക്കെന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും സന്തോഷം. നമ്മളുടെ വന്ന കുട്ടിയും നിന്ന കുട്ടിയും ഒരുപോലെ ഒരേ മനസ്സിൽ ഒരേ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ചൊരു സമാധാനമാണ്. നമ്മളില്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് എൻ്റെ മോൾക്ക് അവളുണ്ടാവും, അല്ലെങ്കിൽ അവരൊന്നിച്ചുണ്ടാവും, അങ്ങനെ ഒരു തോന്നലാണ്. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം.